ഇനി ഇലക്ഷൻ കാലമാണ്. നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ഒരുപാട് സൗജന്യങ്ങൾ നാല് വശത്തു നിന്നും ഓടിയെത്തുന്ന കാലമാണ്. ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളെ ഇംഗ്ലീഷ് ഡിക്ഷണറി നിർവചിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഫ്രീബീസ് എന്നാണ് ആ വാക്ക്. നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന സമ്മാനങ്ങളുടെ പെരുമഴയെയാണ് ഫ്രീബീസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് പ്രത്യേക ചിലവൊന്നുമില്ലാതെ ലഭിക്കുന്ന സൗകര്യങ്ങളും സേവനങ്ങളുമാണ് ഫ്രീബീസ് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. ഓരോ സർക്കാരും, അത് ഇടതുപക്ഷ സർക്കാരായാലും വലതുപക്ഷ സർക്കാരാണെങ്കിലും, ഇലക്ഷൻ കാലത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ഇലക്ഷൻ കാലത്ത് മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പദ്ധതികളെയാണ് ഫ്രീബീസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ ഈ ഫ്രീബീസിൻ്റെ തുടക്കം 1953 സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണ പരിപാടി തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. അത് തുടങ്ങി വെച്ചത് കാമരാജ് സർക്കാരിനാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഇലക്ഷൻ കാലത്തും ഓരോ സർക്കാരും, ഓരോ പഞ്ചായത്തും, ഓരോ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ ജനങ്ങൾക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ വൈഫൈ, ലാപ്ടോപ്പ്, സൈക്കിള്, സാരി, ജലവിതരണം, ബസ് യാത്ര ഒക്കെ ചില സർക്കാരുകൾ ഇലക്ഷനിൽ ജയിച്ചതിന് ശേഷം പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് വേണം പറയാൻ, അതും ഭരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് നടപ്പിലാക്കാറുള്ളത്. കാരണം അതിനൊരു ട്രാപ്പ് കൂടിയുണ്ട്. അടുത്ത സർക്കാർ വരുമ്പോൾ ഇതിനകത്തുള്ള സാമ്പത്തിക മൊത്തവും അതിനു വേണ്ടി വരുന്ന ചെലവ് മുഴുവനും ആ സർക്കാരിൻ്റെ തലയിലേക്ക് പോകും. ആ സർക്കാരിന് അതിൽ നിന്ന് തല ഊരാനും കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഘട്ടം, അത്തരത്തിലുള്ള ഒരു ട്രാപ്പ് കൂടി ഫ്രീബീസുകളുടെ പിറകിൽ ഉണ്ട്. അതും ഒരു സത്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രീബീസ് ഇത്രമാത്രം ആകർഷകമായ ഒരു വാഗ്ദാനമായിട്ട് ഇന്ത്യയിൽ പരിണമിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരുപാട് ഉത്തരങ്ങളുണ്ട്. കാരണം വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ട് എന്നറിയപ്പെടുന്ന സംഗതി തങ്ങളുടെ പെട്ടികളിലേക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ ഫ്രീബി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചായിരിക്കില്ല സ്വപ്നം കണ്ടത്. പക്ഷേ നിർഭാഗ്യമെന്ന് വേണം പറയാൻ, നമ്മളുടെ പഞ്ചവത്സര പദ്ധതികളും അതിനുശേഷം വന്ന പദ്ധതികളുമൊക്കെ മുകളിൽ നിന്ന് താഴേക്കാണ് ആരംഭിച്ചത്. താഴെ നിന്ന് മുകളിലേക്ക് ആരംഭിക്കേണ്ട പല പദ്ധതികളും മുകളിൽ നിന്ന് താഴേക്ക് ആരംഭിച്ചതിൻ്റെ ഫലമായിട്ട് മുകളിലുള്ളവരുടെ സൗകര്യങ്ങൾ കൂടുകയും താഴേക്കിടയിലുള്ളവരുടെ സൗകര്യങ്ങൾ കുറയുകയും ചെയ്തു. അപ്പോൾ അതുതന്നെയാണ് നമ്മളുടെ മിക്ക പദ്ധതികളുടെ പരാജയത്തിൻ്റെ കാരണവും. ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് ഇറങ്ങി ഈ പദ്ധതികൾ സഞ്ചരിക്കുമ്പോൾ, ഇനി താഴേക്ക് വരുമ്പോൾ പിന്നെ സാധാരണക്കാരൻ്റെ കൈകളിൽ വളരെ കുറച്ച് മാത്രം സൗജന്യങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. വളരെ കൂടുതൽ സൗജന്യങ്ങളിലും മുകൾ തട്ടിലുള്ളവർ വിനിയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഫ്രീബീസുകൾ മിക്കവാറും പരാജയങ്ങളായി പരിണമിക്കാറുള്ളത്. ഇന്ത്യയിലും ഇതുതന്നെയാണ് മിക്ക സ്റ്റേറ്റുകളിലും സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ തുടരാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ പദ്ധതികളൊക്കെ മുകളിൽ നിന്ന് താഴേക്കാണ് തുടങ്ങിയത്, താഴെ നിന്ന് മുകളിലേക്കല്ല. അപ്പം അതും നമ്മളുടെ സർക്കാരുകളുടെ പിടിപ്പുകേടുകൾ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അനാരോഗ്യവും അറിവില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ ഒരുപക്ഷെ നമ്മളുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ മുതലെടുക്കുക എന്ന തന്ത്രങ്ങൾ മാത്രമാണ് ഫ്രീബികളുടെ പിറകിലുള്ളത്. ഫ്രീബികൾ ഒരുപക്ഷെ വളരെ പോപ്പുലറായി മാറുന്നു. ആ ഫ്രീബികൾ ചില സർക്കാരുകളെ പുറത്താക്കുന്നു, ചില സർക്കാരുകളെ അകത്താക്കുന്നു. അതൊക്കെ ഇനിയും നിർബാധം ഇന്ത്യയിൽ തുടരുക തന്നെ ചെയ്യും. എങ്കിലും വാക്കുമറക്കണ്ട, ഫ്രീബീസ്, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന സമ്മാനങ്ങളുടെ പെരുമഴയാണ് ഫ്രീബീസ്. മറക്കണ്ട വേർഡ് ഫ്രീബി.